അവർ ലേഡി ഓഫ് മേഴ്സി ചർച്ചിന്റെ മതബോധന വിഭാഗത്തിന്റെ 2023-24 വാർഷിക റിപ്പോർട്ട്. അവർ ലേഡി ഓഫ് മേഴ്സി കൂട്ടായ്മ ആരംഭിച്ച് 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മതബോധനത്തിന്റെ 2ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കണ്ണൂർ രൂപതയെയും അഭിവന്ദ്യ അലക്സ് പിതാവിനെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഏറെ സന്തോഷത്തോടെയും നന്ദിയോടെയും ഓർത്തുകൊണ്ട് റിപ്പോർട്ട് അവതരണത്തിലേക്ക് കടക്കട്ടെ. 2023-24 അധ്യയന വർഷത്തിൽ 24 വിദ്യാർത്ഥികളും 12 അധ്യാപകരും 3 സബ്സ്റ്റിറ്റ്യൂട്ട് അധ്യാപകരുമുള്ള ഈ മതബോധന യൂണിറ്റ് ബഹുമാനപ്പെട്ട വികാരി ഫാദർ ജോസ് കൊക്കണ്ടത്തിന്റെയും പ്രധാന അധ്യാപിക ശ്രീമതി ഹേസലിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി 2023 മെയ് 3-ന് പ്രധാന അധ്യാപികയുടെ അധ്യക്ഷതയിൽ അധ്യാപകരുടെ യോഗം കൂടുകയും അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട അടിയന്തരമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുമുണ്ടായി. രൂപത പ്രധാന അധ്യാപകരുടെ യോഗം പരിയാരം ക്രിസ്തുരാജ ദേവാലയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. എച്ച്എം, അസിസ്റ്റന്റ് എച്ച്എം, മതബോധന സെക്രട്ടറി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രൂപത മതബോധന വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം വാർഷിക പ്ലാനും വാർഷിക സാമ്പത്തിക പ്ലാനും തയ്യാറാക്കുകയും രൂപതയ്ക്ക് നൽകുകയും ചെയ്തു. രൂപതയുടെ നിർദ്ദേശം അനുസരിച്ച് 2023-24 അധ്യയന വർഷം ആരംഭിക്കുന്നത് മെയ് 28-ന് ആയതിനാൽ പ്രവേശനോത്സവം മെയ് 28-ന് ജോസച്ചന്റെ നേതൃത്വത്തിൽ നടത്തി. ജോസച്ചൻ ദിവ്യബലി അർപ്പിക്കുകയും മതബോധന വിഭാഗം ദിവ്യബലിക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ജോസച്ചൻ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകങ്ങൾ അധ്യാപകർ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ഏറ്റെടുത്തു. മതബോധന ക്ലാസുകളുടെ ആവശ്യകതയെക്കുറിച്ച് അച്ഛൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സന്ദേശം നൽകി. ദിവ്യബലിക്ക് ശേഷം 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനോത്സവം നടത്തപ്പെട്ടു. ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് 2 കുട്ടികൾ പ്രവേശനം നേടിയിരുന്നു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മധുരം നൽകുകയും ചെയ്തു. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്നത് മതബോധനാധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. എല്ലാ ആഴ്ചയിലും അസംബ്ലി നടത്തപ്പെടുന്നു. കുട്ടികളെ 3 സ്ക്വാഡ് ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ഓരോ ആഴ്ചയിലും ഓരോ സ്ക്വാഡ് ഗ്രൂപ്പുകൾ നേതൃത്വം നൽകുന്നു. പ്രാർത്ഥന, ബൈബിൾ വായന, പ്രതിജ്ഞ, വചനം പറയൽ, ഇന്നത്തെ വിശുദ്ധനെ പരിചയപ്പെടുത്തൽ എന്നിവ കൃത്യമായി നടന്നുവരുന്നു. അധ്യാപകരുടെ യോഗം എല്ലാ മാസവും നടത്തപ്പെടുന്നു. PTA ജനറൽ ബോഡി 2/7/2023 25/2/2024 കൂടുവാൻ സാധിച്ചു. 2/7/2023 നടന്ന PTAയിൽ പ്രധാന അധ്യാപിക ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ വിവരിച്ചു. രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യോഗത്തിൽ ചോദിച്ചറിയുകയും ചെയ്തു. PTA പ്രസിഡന്റായി ശ്രീ ജോയ് ഫെർണാണ്ടസിനെ തെരഞ്ഞെടുത്തു. രക്ഷിതാക്കളുടെ എല്ലാ സഹായ സഹകരണങ്ങളും PTAയുടെ ഭാഗത്തു നിന്ന് വാഗ്ദാനം ചെയ്തു. കണ്ണൂർ രൂപത മതബോധന വിഭാഗത്തിന്റെ ഇടവക തല വേക്കപ്പ് പ്രയറിന്റെ ഉദ്ഘാടനം 6/6/2023 ഫാദർ ജോസ് കൊക്കണ്ടത്തിൽ നിർവഹിച്ചു. ജൂൺ മാസത്തിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് 3 സ്ക്വാഡ് ഗ്രൂപ്പുകളെയും പ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. ചിത്രങ്ങൾ, പ്രസംഗം, പോസ്റ്റർ തയ്യാറാക്കൽ എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. 11/6/2023 SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ജൂലൈ മാസത്തിൽ കുട്ടികൾക്കായി ബ്രദർ ലിബിന്റെ നേതൃത്വത്തിൽ കൂതാശയിൽ അധിഷ്ഠിതമായ കത്തോലിക്ക വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു ക്ലാസ്. ആഗസ്റ്റ് മാസം വിസ്ത ജോൺ മരിയ വിയാനിയുടെ തിരുനാളിന് ജോസച്ചനെ മതബോധന വിഭാഗത്തിന്റെ പേരിൽ പ്രധാന അധ്യാപക ആദരിക്കുകയുണ്ടായി. അന്നേ ദിവസത്തെ അസംബ്ലിയിൽ വിസ്ത ജോൺ മരിയ വിയാനിയുടെ ജീവചരിത്രം കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. 28/5/2023 6/8/2023 PTA എക്സിക്യൂട്ടീവ് യോഗങ്ങൾ നടത്തുവാൻ സാധിച്ചു. സെപ്റ്റംബർ 3-ന് അധ്യാപക ദിനത്തിൽ കൂട്ടായ്മയിലെ എല്ലാ അധ്യാപകരെയും മതബോധന വിഭാഗം ചെറിയ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. സെപ്റ്റംബർ മാസത്തിൽ 5ാം ക്ലാസ്സിന് മുകളിലെ കുട്ടികൾക്കായി ഇടവക തലത്തിൽ ക്വിസ് സംഘടിപ്പിച്ചു. ഓരോ വിഭാഗത്തിലും വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നീ ലാംഗ്വേജുകളിൽ ക്വസ്റ്റ്യൻ തയ്യാറാക്കി എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മതബോധന വിഭാഗത്തിനും ഏറെ സന്തോഷം നിറഞ്ഞതായിരുന്നു. ലോഗോസ് ക്വിസിന് മുന്നോടിയായി കുട്ടികൾക്ക് പ്രത്യേകം ക്വസ്റ്റ്യൻ തയ്യാറാക്കി ലോഗോസ് പ്രീ ടെസ്റ്റ് നടത്തുവാൻ സാധിച്ചു. 24/9/2023 നടന്ന ലോഗോസ് ക്വിസിൽ 19 അംഗങ്ങളെ പങ്കെടുപ്പിക്കുവാൻ സാധിച്ചു. അതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ശ്രീമതി ഹേസൽ ഡിസിൽവയ്ക്ക് നേടുവാൻ സാധിച്ചത് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു.
മതബോധന വിഭാഗത്തിന്റെ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഇടവക തിരുനാൾ ദിനത്തിൽ 24/9/2023 ബഹുമാനപ്പെട്ട രൂപത പ്രൊക്കുറേറ്റർ ഫാദർ ജോർജ് പയനാടത്ത് പ്രധാന അധ്യാപികയ്ക്ക് അഭിവന്ദ്യ അലക്സ് പിതാവിന്റെ കരുതൽ എന്ന പുസ്തകം നൽകി ഉദ്ഘാടനം ചെയ്തു. 150 പുസ്തകത്തോളം നമ്മുടെ ലൈബ്രറിയിലേക്ക് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മറ്റു വ്യക്തികളുടെയും സഹായത്തോടെ നമുക്ക് ശേഖരിക്കുവാനും കുട്ടികൾക്കായി ലൈബ്രറി തുറന്നു കൊടുക്കുവാനും സാധിച്ചു. ലൈബ്രറിയുടെ ആരംഭ പ്രവർത്തനങ്ങൾക്കും ഉദ്ഘാടനത്തിനും നിറസാന്നിധ്യമായിരുന്ന ജോസച്ചനെ ഈ വേളയിൽ ഓർക്കുന്നു. ഒക്ടോബർ മാസത്തിൽ നമ്മുടെ കൂട്ടായ്മയെ നയിക്കുവാനും മതബോധന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി വികാരിയായി ചാർജ് എടുത്ത ഫാദർ ജിനോ ക്ലീറ്റസിന്റെ നേതൃത്വത്തിലായിരുന്നു മതബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. 29/10/2023 ജിനു അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്ന അധ്യാപക യോഗത്തിൽ മതബോധന പ്രവർത്തനങ്ങളുടെ അവലോകനവും ആസൂത്രണങ്ങളും നടന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ യോഗത്തിൽ അച്ഛൻ നൽകി. ഒക്ടോബർ 15 ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടന്നു. കുട്ടികൾ എല്ലാവരും തന്നെ പരീക്ഷയിൽ പങ്കെടുത്തു. പയ്യന്നൂർ ഇടവകയിൽ നടന്ന ക്വിസ് മത്സരത്തിൽ 3 ഗ്രൂപ്പുകൾ പങ്കെടുത്തു. സബ് ജൂനിയർ വിഭാഗത്തിൽ ആൻസൽ ലയന, അധ്യാപക വിഭാഗത്തിൽ ഹെയ്സൽ ട്രീസ എന്നിവർക്ക് 2ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സാധിച്ചു. നവംബർ മാസത്തിൽ മതബോധന അധ്യാപകരുടെ മധ്യസ്ഥനായ ചാൾസ് ബൊറോമിയുടെ തിരുനാൾ ദിനത്തിൽ മതബോധന അധ്യാപകർക്ക് ആദരം നൽകി. സത്യസേവ കോൺവെന്റ് ഇരിട്ടിയിലെ സിസ്റ്റർ ശാന്തി നമ്മുടെ കൂട്ടായ്മ സന്ദർശിക്കുകയും 9ാം ക്ലാസ്സിന് മുകളിലേക്കുള്ള പെൺകുട്ടികൾക്കായി സന്യസ്ത ജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു സാധിച്ചു. ഡിസംബർ മാസം ആരംഭത്തിൽ ഡിസംബർ 4 വചന ദിനം ആഘോഷിച്ചു. വചന പ്രതിഷ്ഠയും വചനങ്ങളാൽ വചനമരവും കുട്ടികൾ നിർമ്മിച്ചു. അന്നേ ദിവസം ദിവ്യബലിക്കും നേതൃത്വം നൽകിയത് കുട്ടികൾ തന്നെയാണ്. മതബോധന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസിന് താരകം 2024 എന്ന പേരിൽ കുട്ടികൾക്കായി ക്രിസ്മസ് ആഘോഷവും വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ക്രിസ്മസ് ഫ്രണ്ടിന് സമ്മാനം കൈമാറൽ, ക്രിസ്മസ് സന്ദേശം ഉൾക്കൊള്ളുന്ന ഫാൻസി ഡ്രസ്, ആക്ഷൻ സോങ്, പാട്ട്, ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ്, ഉണ്ണീശോയ്ക്ക് കത്തെഴുതൽ എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ക്രിസ്മസ് രാത്രി വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. 2023-24 കണ്ണൂർ രൂപത അധ്യാപക സംഗമത്തിൽ 7 അധ്യാപകർ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കുവാൻ സാധിച്ചു. 1 വർഷക്കാലം മതബോധന ക്ലാസുകളിൽ സഹായിച്ച ബ്രദർ ലിബിന് യാത്രയയപ്പ് നല്ല രീതിയിൽ തന്നെ നടത്തുവാൻ മതബോധന വിഭാഗത്തിന് കഴിഞ്ഞു. ക്രിസ്മസ് പ്രോഗ്രാമുകളുടെ ഭാഗമായി ഉണ്ണീശയ്ക്കായി 2024 എന്ന പേരിൽ കുട്ടികളുടെ നോമ്പുകാല സമ്പാദ്യങ്ങൾ ശേഖരിച്ച് ജനുവരി 2 പരവനടുക്കത്തുള്ള വൃദ്ധസദനം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സന്ദർശിക്കുകയും കഴിയുന്ന സഹായം നൽകുവാനും സാധിച്ചു. അവിടുത്തെ അന്തേവാസികൾക്കായി കുട്ടികളുടെ പ്രോഗ്രാമുകളും അവതരിപ്പിച്ചു. രൂപതാതല ചരിത്ര ക്വിസിൽ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് 12 കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ സാധിച്ചു. കുട്ടികൾക്കായി ഫെബ്രുവരിയിൽ കായിക മത്സരങ്ങൾ നടത്തി. രക്ഷിതാക്കളുടെ പൂർണ്ണ പങ്കാളിത്തമുണ്ടായിരുന്നു. ഫെബ്രുവരി 19 പരിശുദ്ധ കുർബാനയും ഞാനും എന്ന വിഷയത്തിൽ 2ാമത്തെ സെമിനാർ ജിനു അച്ഛന്റെ നേതൃത്വത്തിൽ നടന്നു. ക്ലാസ് കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു. 2ാമത്തെ PTA യോഗം ഫെബ്രുവരി 25 നടന്നു. ജിനു അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുട്ടികളുടെ മതപരമായ വളർച്ചയും വിശ്വാസ ജീവിതവും ചർച്ച ചെയ്യപ്പെട്ടു. വചന ജ്യോതിസ്, തീർത്ഥാടന യാത്ര, മതബോധന വാർഷികം എന്നിവ PTA പ്രധാന അജണ്ടകളായിരുന്നു. മതബോധന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിന്റെ ഭാഗമായി പ്രൊമോട്ടേഴ്സ് മാർച്ച് മാസത്തിൽ ഇടവക സന്ദർശിച്ചു. പള്ളിക്കര ഹോളി സ്പിരിറ്റ് ചർച്ചിലെ അധ്യാപികമാരായ ശ്രീമതി വനജ, ശ്രീമതി സെലീന എന്നിവരായിരുന്നു വിലയിരുത്തലിനായി എത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിലും വളരെ മനോഹരമായി പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതിന് മതബോധന വിഭാഗത്തിനെ അഭിനന്ദിച്ചു. നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും രൂപത പ്രൊമോട്ടേഴ്സായി അധ്യാപകരായ സേവ്യർ, ഷീന എന്നിവർ ഹോളി സ്പിരിറ്റ് ചർച്ച് പള്ളിക്കര മാവുങ്കാൽ ഇടവകയിലും സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചു. വചന ജ്യോതിസിന്റെ ഭാഗമായി രൂപതാ തലത്തിൽ നടത്തിയ ആനിമേറ്റസിന്റെ ട്രെയിനിങ്ങിൽ കാഞ്ഞങ്ങാട് മേഖലയെ പ്രതിനിധീകരിച്ച് ശ്രീമതി ഷീന പങ്കെടുത്തു. മേഖലാതല വചന ജ്യോതിസ് ട്രെയിനിങ്ങിൽ ജിഷ, ഷെറിൻ, ട്രീസ, ഷീന എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 7 കുട്ടികളുടെ വാർഷിക പരീക്ഷ നടന്നു. കുട്ടികളുടെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ നിന്ന് ഒരാൾ രൂപതാ സ്കോളർഷിപ്പ് എക്സാമിൽ അർഹരായി. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ വചന ജ്യോതിസ് വളരെ ഭംഗിയായി സംഘടിപ്പിക്കുവാൻ സാധിച്ചു. ഏപ്രിൽ 10 മതബോധന വാർഷികവും ഏപ്രിൽ 11 കുട്ടികൾക്കായി ഒരു തീർത്ഥാടന യാത്രയുമാണ് ഈ വർഷത്തെ മതബോധന പ്രവർത്തനങ്ങളിൽ നമുക്ക് പൂർത്തിയാക്കുവാനുള്ളത്.
കണ്ണൂർ രൂപതയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച കാരുണ്യമാതാ ദേവാലയ മതബോധന യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും യഥാസമയം ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകിയ അനുഗ്രഹിച്ച കണ്ണൂർ രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട ലിനോ പുത്തൻവീട്ടിൽ അച്ഛനെയും സെക്രട്ടറി സിസ്റ്റർ ശാലിനി DSSനോടും കാഞ്ഞങ്ങാട് ഫെർവോന ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോൺസൺ നെടുമ്പറമ്പിൽ അച്ഛനോടും പ്രത്യേകിച്ച് അധ്യയന വർഷ ആരംഭത്തിൽ ഞങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ച ജോസച്ചനോടും ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വികാരി ജിനു അച്ഛനോടുമുള്ള കടപ്പാടും നന്ദിയും പ്രത്യേകം രേഖപ്പെടുത്തുന്നു. കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, PTA ഭാരവാഹികൾ, KCYM ഭാരവാഹികൾ, കുട്ടികൾ, മാതാപിതാക്കൾ, എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് നയിച്ച അധ്യാപകർ, മറ്റെല്ലാ ഉപകാരികൾ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാറ്റിനുപരിയായി പരിമിതികൾ ഏറെ ഉണ്ടായിരുന്നിട്ടും അതിലൂടെ കൈപിടിച്ചു നടത്തിയ ഞങ്ങളെ വിജയത്തിലെത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുസമക്ഷം സമർപ്പിക്കുന്നു.